സാറേ, ഇപ്പോൾ അമേരിക്കയിൽ അഗ്നിബാധ ലോസ് ഏഞ്ചൽസിൽ അഗ്നിബാധ ഉണ്ടായി. അപ്പം വളരെ ലോകം കണ്ട ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തത്തിനാണ് നമ്മൾ അമേരിക്ക സാക്ഷിയായത്. ഒരുപക്ഷെ ഇത്ര വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടും ജനങ്ങൾ ഒരുപാട് രക്ഷപ്പെടുത്താൻ അവർക്ക് സാധ്യമായി എന്നുള്ളത് അവർ ഇതിന് വേണ്ടിയിട്ട് ഇത് അവിടെ ഓൾറെഡി നമുക്കിന്ന് അറിയാം. ഇനി ഇതുപോലെ പ്രകൃതി ദുരന്തം ഉണ്ടാവാനുള്ള സാധ്യത കണ്ടെത്താനുള്ള എല്ലാ ടെക്നോളജിയും ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ അത്രയും ദുരന്തം ഒഴിവാക്കാൻ പറ്റി. മനുഷ്യന്മാരുടെ മരണം ഒരുപാട് തടയാൻ പറ്റി. പക്ഷെ ഒരുപാട് ബിൽഡിങ്ങുകളും ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് സംഭവങ്ങൾ നശിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഘട്ടത്തിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന വാർണിംഗ് സൈൻസും മുൻകരുതലെടുക്കാമെന്നാണ്. അപ്പോൾ അവിടുന്ന് എല്ലാവരും ഒഴിപ്പിച്ച് മാറ്റാൻ അവിടുത്തെ ഗവൺമെൻറ്റിന് സാധ്യമായതുകൊണ്ടാണ് ഇത്രയും വലിയ മനുഷ്യന്മാരുടെ അപകടം ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ ഈ അഗ്നിബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും അഗ്നിബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പ്രൈമറി മെഷേഴ്സ് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വഴികൾ ഇതൊക്കെ നമ്മളെപ്പോഴും കൈ കാത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം, ഭക്ഷണം, മരുന്നുകൾ, പിന്നെ ഒരുപാട് പ്രധാന രേഖകൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഒരു സേഫ്റ്റി ആയിട്ട് അടുക്കി വെച്ചിട്ട് നമ്മുടെ കൂടെ കരുതാൻ വേണ്ടി നോക്കണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാരണം ഇത് ഗവൺമെൻറ് വാണിംഗ് ചെയ്യുമ്പോൾ നമുക്ക് വരില്ല എന്ന് വിചാരിക്കുക. അത് ആർക്കും വരാം. ഏത് നാട്ടിലും ഇതുപോലത്തെ സംഭവിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇതുപോലെ അഗ്നിബാധ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയെങ്കിൽ തീർച്ചയായും ഡോറുകളും ഇതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കണം എപ്പോഴും, ഉള്ളിലോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി. ഇതുപോലെയല്ല ചിലപ്പോൾ ഇപ്പോൾ ഒരു പുറത്ത് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ ഉള്ളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് അപകടം ഉണ്ടാക്കും. പിന്നെ N95 മാസ്ക് എപ്പോഴും വീട്ടിൽ കരുതണം. അങ്ങനത്തെ അഗ്നിബാധ ഉണ്ടെങ്കിൽ നമ്മളത് ധരിക്കണം. അപ്പോൾ നമുക്ക് ഈ മറ്റു വായു നമ്മൾക്കുള്ളിൽ എത്തൂല. പിന്നെ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വാണിംഗ് കിട്ടാതെ ഒരിക്കലും ആ സ്ഥലത്തേക്ക് പോകാൻ പാടില്ല. തിരിച്ചു നമുക്കറിയുന്ന ഒരുപാട് ഹോളിവുഡ് നടന്മാർ, ഹോളിവുഡ് ഹിൽസൊക്കെ മൊത്തത്തിൽ കത്തിപ്പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എല്ലാ സിനിമ നടന്മാരൊക്കെ ഒഴിപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ അതിൻ്റെ മുൻകരുതൽ എടുത്തുകൊണ്ടായിരിക്കാം മരണസംഖ്യ വളരെ കുറക്കാൻ അവർക്ക് സാധ്യമായത്. പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് തടയാൻ പറ്റൂല. അത് ഇതുപോലല്ല. ഒരു പരിധി വരെ നമുക്ക് തടയാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിൽ ഇന്നും ഡെവലപ്ഡ് അല്ല പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ വേണ്ടി. പക്ഷേ അതിൽ നിന്ന് മനുഷ്യന്മാരെ രക്ഷപ്പെടുത്താൻ അവരുടെ വാണിംഗ് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സാധ്യമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എത്രമാത്രം നമ്മുടെ നാട്ടിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വളരെ ശക്തമായിട്ട് നമ്മൾ ആ വാണിംഗ് സ്വീകരിക്കേണ്ടതും അതിനനുസരിച്ച് മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം അടുത്ത ദിവസം. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നേയുള്ളൂ. ഓക്കെ, എന്തായാലും ഇതുപോലത്തെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കാരുണ്യവാനായ ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ. മനുഷ്യരുടെ എന്തെങ്കിലും ദുഷ്പ്രവൃത്തി കൊണ്ടാണ് ഇതുപോലത്തെ അപകടങ്ങൾ വരുന്നതെങ്കിൽ അത്തരം മനുഷ്യന്മാരെ നമ്മളുടെ പ്രകൃതി നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് മനുഷ്യന്മാർ മാറി നിൽക്കേണ്ടതുണ്ട്. കാരണം എല്ലായിടത്തും ബിൽഡിങ്ങും മറ്റുമൊക്കെ ഉണ്ടാക്കി പ്രകൃതിയോട് നമ്മൾ ക്രൂരത കാണിക്കുമ്പോൾ ഇടയ്ക്ക് പ്രകൃതി നമ്മളോട് ഇങ്ങോട്ട് തിരിച്ച് തരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഓക്കെ, ബൈ.